ജനുവരി മാസത്തിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ പോകാം. 2026 ജനുവരി 19 ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയി കണ്ണൂരാണ്. അപ്പോൾ ഈ വർഷത്തെ 2026 ജനുവരിയിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയി ആരാണ്? കണ്ണൂരാണ്. ഓക്കെ, 2026 ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയി കണ്ണൂരാണ്. 1028 പോയിൻ്റാണ് ലഭിച്ചത്. തൃശ്ശൂരാണ് സെക്കൻഡ്, തേർഡ് കോഴിക്കോട്. അപ്പോൾ ഫസ്റ്റ് കണ്ണൂർ, തൃശ്ശൂർ, സെക്കൻഡ് തൃശ്ശൂർ, തേർഡ് കോഴിക്കോട്. ഓക്കെ, സംസ്ഥാന സ്കൂൾ കലോത്സവം. സാഹിത്യകാരൻ ബാബു തടത്തിലിൻ്റെ തെമ്മലയെ അടിസ്ഥാനമാക്കിയുള്ള നോവലാണ് തെമ്മലയോരം. സാഹിത്യകാരനായ ബാബു തടത്തിലിൻ്റെ തെമ്മലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോവൽ ഏതാണ്? തെമ്മലയോരം. അപ്പോൾ തെമ്മലയോരം എന്ന് പറയുന്ന നോവലിൽ പരാമർശിക്കുന്ന സ്ഥലം എവിടെയാണ്? തെമ്മലയാണ്. എഴുതിയ കർത്താവ് ആരാണ്? ബാബു തടത്തിലാണ്. കേരളത്തിലെ ആദ്യ വർക്ക് നിയർ സെൻറ്റർ വരുന്നത് കൊട്ടാരക്കരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ സെൻറ്റർ കൊട്ടാരക്കരയാണ്. ഓക്കെ, കേരളത്തിൽ സർവീസ് ആരംഭിക്കുന്ന മലയാളി ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയാണ് ഫ്ലൈ 91. കേരളത്തിൽ സർവീസ് ആരംഭിക്കുന്ന മലയാളി ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനി ഏതാണ്? ഫ്ലൈ 91. ഫ്ലൈ 91 എന്ന് പറയുന്ന വിമാന കമ്പനി ആണ് മലയാളി ഉടമസ്ഥതയിലുള്ള കേരളത്തിൽ സർവീസ് ആരംഭിക്കുന്ന വിമാന കമ്പനി ഫ്ലൈ 91. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം വരുന്നത് കൊല്ലത്താണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സാംസ്കാരിക സമുച്ചയം വരുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. സിറിയയിലെ അതിരൂക്ഷ പോരാട്ടത്തെ തുടർന്ന് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് സർക്കാരുമായി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയ സേനയാണ് കുർദ് സേന. സിറിയയിലെ അതിരൂക്ഷ പോരാട്ടത്തെ തുടർന്ന് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് സർക്കാരുമായി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയ സേന ഏതാണ്? കുർദ് സേനയാണ്. ഓക്കെ, കുർദ് സേന. നക്ഷത്ര രൂപീകരണത്തിൽ കാന്തിക മണ്ഡലത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് കണ്ടെത്തി അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. ഓക്കെ, നക്ഷത്ര രൂപീകരണത്തിൽ കാന്തിക മണ്ഡലത്തിന് നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് കണ്ടെത്തിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. L328 എന്ന തന്മാത്രാ മേഘങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠന വിധേയമാക്കിയ തന്മാത്ര ഏതാണ്? L328 എന്ന തന്മാത്രയാണ്. ഓക്കെ, സ്പേസ് എക്സിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ റോക്കറ്റ് സ്പേസ് ലോഞ്ച് സിസ്റ്റം വലിയ റോക്കറ്റാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം. ഓക്കെ, സ്പേസ് എക്സിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ റോക്കറ്റ് ഏതാണ്? സ്പേസ് ലോഞ്ച് സിസ്റ്റമാണ് കേട്ടോ. സ്പേസ് ലോഞ്ച് സിസ്റ്റമാണ് സ്പേസ് എക്സിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ റോക്കറ്റ്. കുട്ടികളിലെ മൊബൈൽ അടിമത്തം കുറയ്ക്കാൻ പരിശീലനം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബാംഗ്ലൂരിലെ നിം ഹാൻസ്. ഇപ്പോൾ കുട്ടികളിലെ മൊബൈൽ അടിമത്തം കുറയ്ക്കാൻ പരിശീലനം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ബാംഗ്ലൂരിലെ നിം ഹാൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരള എന്ന പേരിൽ സന്ദേശങ്ങൾ എത്തുന്ന വാട്സാപ്പ് നമ്പർ ഏതാണ്? 963323384231. അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരള എന്ന പേരിൽ സന്ദേശങ്ങൾ വരുന്ന വാട്സാപ്പ് നമ്പറാണ് 9693384231. സംസ്ഥാന ക്ഷീര സംഗമം കൊല്ലത്താണ്. പേര് പടവ് 2026. സംസ്ഥാന ക്ഷീര സംഗമം നടന്നത് കൊല്ലത്താണ്. പേരെന്തായിരുന്നു? പടവ് 2026 2026 ജാനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച UAE പ്രസിഡന്റ് ആരാണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് ആൾ നഹ്യാനെ. അപ്പോൾ UAEയുടെ പ്രസിഡന്റ് 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച UAEയുടെ പ്രസിഡന്റ് ആരാണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് ആൾ നഹ്യാനെയാണ്. അദ്ദേഹം സന്ദർശിച്ചത് പശ്ചിമ ഷാൾ കാശ്മീരാണ് കേട്ടോ. പശ്ചിമ എന്നാണ്. ഓക്കെ, പശ്ചിമ ഷാൾ കാശ്മീരാണ് അദ്ദേഹം സന്ദർശിച്ചത്. ജനുവരിയിൽ അന്തരിച്ച ഹൈക്കോടതി ജസ്റ്റിസും മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന വ്യക്തിയാണ് ലക്ഷ്മിക്കുട്ടി. അപ്പോൾ ജനുവരിയിൽ അന്തരിച്ച ഹൈക്കോടതി ജസ്റ്റിസും മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന വ്യക്തി ഏതാണ്? ലക്ഷ്മിക്കുട്ടിയാണ്. ലക്ഷ്മിക്കുട്ടിയാണ്. മനുഷ്യജീവിതത്തെയും പരിസ്ഥിതിയെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന സൂക്ഷ്മാണുവിന് അംഗീകാരം നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. മനുഷ്യജീവിതത്തെയും പരിസ്ഥിതിയെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന സൂക്ഷ്മാണുവിന് അംഗീകാരം നൽകുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സ്കൂളിൽ ശാസന ഇല്ല വാരം ആഘോഷിക്കുന്ന പദ്ധതി. ശാസന ഇല്ല വാരം എന്നാണ് കേട്ടോ. ശാസന ഇല്ല വാരം. ഓക്കെ, വാരം. ശാസനയില്ലാ വാരം ആഘോഷിക്കുന്ന പദ്ധതിയാണ് സ്നേഹം. അപ്പോൾ സ്നേഹം പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? സ്കൂളിൽ ശാസന ഇല്ലാത്ത ഒരാഴ്ച, വഴക്കൊന്നുമില്ലാതെ ശാസന ഇല്ലാത്ത ഒരു ആഴ്ച ആഘോഷിക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്ന പദ്ധതി. കുട്ടികൾക്ക് കളിക്കാനുള്ള വാരം ആഘോഷിക്കുന്ന പദ്ധതിയാണ് നാരങ്ങാ മിഠായി. അപ്പോൾ നാരങ്ങാ മിഠായി എന്ന് പറയുന്ന പദ്ധതി എന്താണ്? കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരാഴ്ച, ആഘോഷിക്കുന്ന ഒരു പദ്ധതിയാണ് നാരങ്ങാ മിഠായി. തദ്ദേശ വകുപ്പിൻ്റെ സേവനങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള AI സെൻറ്ററിൻ്റെ വെർച്വൽ അസിസ്റ്റൻ്റാണ് സമൃദ്ധി. ഓക്കെ, തദ്ദേശ വകുപ്പിൻ്റെ സേവനങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള AI എന്നുണ്ട് കേട്ടോ. AI സെൻറ്ററിൻ്റെ വെർച്വൽ അസിസ്റ്റൻ്റ് ആരാണ്? സമൃദ്ധിയാണ്. ഓക്കെ, സമൃദ്ധി തദ്ദേശ വകുപ്പുമായിട്ട് ബന്ധമാണ് സമൃദ്ധി. പോലീസിൻ്റെ എമർജൻസി നമ്പർ ഏതാണ്? 112 ആണ്. പോലീസ് എമർജൻസി നമ്പറാണ് 112. 2026 മികച്ച കർഷക പ്രതിഭയ്ക്കുള്ള കർഷകശ്രീ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പെരുമ്പടം വെളയത്തുമാലിൽ മോനു വർഗീസിനാണ്. 2026 മികച്ച കർഷക പ്രതിഭയ്ക്കുള്ള കർഷകശ്രീ അവാർഡ് ലഭിച്ച ആർക്കാണ്? പെരുമ്പടം വെളിയത്തുമാനിൽ മോനു വർഗീസ്. പെരുമ്പടം വെളിയത്തുമാനിൽ മോനു വർഗീസിനാണ് 2026 മികച്ച കർഷകനുള്ള കർഷകശ്രീ അവാർഡ് ലഭിച്ചത്. ഓക്കെ, മോനു വർഗീസ്.
PVM മോനു വർഗീസ്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ്. ഡിജിറ്റൽ എംബസി സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ലക്സംബർഗാണ്. ഡിജിറ്റൽ എംബസി സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ലക്സംബർഗ്. ഡിജിറ്റൽ എംബസിക്കായിട്ട് കൈകോർക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും US-ഉം. ഡിജിറ്റൽ എംബസിക്കായിട്ട് കൈകോർക്കുന്ന രാജ്യങ്ങൾ ഏതാണ്? ഇന്ത്യയും US-ഉം ആണ്. ഈ വർഷത്തെ റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്ന ഒട്ടകമാണ് ബാക്ട്രിയൽ ഒട്ടകം. ഇപ്പോൾ ഈ വർഷത്തെ റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുത്ത ഒട്ടകം ഏതാണ്? ബാക്ട്രിയൽ ഒട്ടകമാണ്. കണക്ട് ടു വർക്ക് പദ്ധതി എന്താണ്? മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് കണക്ട് ടു വർക്ക് പദ്ധതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ സൗജന്യ നൈപുണ്യ പരിശീലന പദ്ധതിയാണ് കുടുംബശ്രീ DDUGKY 2.0. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ സൗജന്യ നൈപുണ്യ പരിശീലന പദ്ധതിയാണ് കുടുംബശ്രീ DDUGKY 2.0. ജലപാതകളുടെ വികസനം ലക്ഷ്യമിട്ട് ഇൻലാൻഡ് വാട്ടർവേസ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ IWDC 3ാം സമ്മേളനം നടക്കുന്നത് കൊച്ചിയിലാണ്. ജലപാതകളുടെ വികസനം ലക്ഷ്യമിട്ട് ഇൻലാൻഡ് വാട്ടർവേസ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ IWDC-യുടെ 3ാം സമ്മേളനം നടക്കുന്നത് കൊച്ചിയിലാണ്. ജലഷിപ്പ് തുറമുഖ മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാളാണ്. നമ്മുടെ തുറമുഖ മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ ആരാണ്? ബാബു P. ജോസഫാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനാണ് ബാബു P. ജോസഫ്. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഗ്രാസ മഷേലിനാണ്. ഈ വർഷത്തെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മഷേലിന്. ഇപ്പോൾ 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച ആൾക്കാണ്? ഗ്രാസ മഷേലിനാണ്. 2026 റിപ്പബ്ലിക് പരേഡിൻ്റെ വേദിയാണ് കർത്തവ്യപഥ്. 2026 റിപ്പബ്ലിക് പരേഡിൻ്റെ വേദി ഏതാണ്? കർത്തവ്യപഥാണ്. പരേഡിൽ CRPF പുരുഷ സംഘത്തെ നയിക്കുന്നത് സിമ്രാൻ എന്ന് പറയുന്ന വനിത ആണ്. പരേഡിൽ CRPF പുരുഷ സംഘത്തെ നയിക്കുന്നത് സിമ്രാൻ എന്ന് പറയുന്ന വനിതയായിരുന്നു. ഈ വർഷം നാസയിൽ നിന്ന് വിരമിക്കുന്ന ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് ഈ വർഷം നാസയിൽ നിന്ന് വിരമിക്കുന്നു. ISROയോടൊപ്പം ഏത് സ്പേസ് ഏജൻസിയാണ് ശുക്രനിലേക്ക് ദൗത്യം ആസൂത്രണം ചെയ്യുന്നത്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. ISROയോടൊപ്പം ഏത് സ്പേസ് ഏജൻസിയാണ് ശുക്രനിലേക്ക് ദൗത്യം ആസൂത്രണം ചെയ്തത്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. ഓക്കെ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്തായിരുന്നു? പ്രോബ 3 എന്നാണ് കേട്ടോ. പ്രോബ 3. വനിതാ ശിശു വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് ഓപ്പൺ വാത്സല്യ. ഓക്കെ, വനിതാ ശിശു വകുപ്പിൻ്റെ പദ്ധതിയാണ് ഓപ്പൺ വാത്സല്യ എന്ന് പറയുന്ന പദ്ധതി. ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായി കണക്കാക്കപ്പെടുന്നത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക്. വിവിധ മേഖലകളിൽ സൂക്ഷ്മജീവികളെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളമാണ്. വിവിധ മേഖലകളിൽ സൂക്ഷ്മജീവികളെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ് കേട്ടോ. കേരളം. സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം എന്ന പേരിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2026 ജനുവരി 23 കേട്ടോ. ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ഇന്ത്യൻ വംശജയാണ് ഗീത ഗാഡ്ബീർ. മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററിയാണ് ദി ഡെവിൽ ഈസ് ബിസി. മികച്ച ഫീച്ചർ ഡോക്യുമെൻ്ററിയാണ് ദി പെർഫെക്റ്റ് നെയ്ബർ. ലോകത്തിലെ ഏറ്റവും പഴയ ഗുഹാചിത്രം കണ്ടെത്തിയിരിക്കുന്നത് ഇന്തോനേഷ്യയിലെ സുൽവാസയിലാണ്. സർക്കാർ വാഹനങ്ങളുടെ പ്രത്യേക രജിസ്ട്രേഷൻ സീരീസാണ് KL90. കേന്ദ്ര വാഹനമാണെങ്കിൽ ക്യാപിറ്റൽ A എന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് C എന്നും പൊതുമേഖലയ്ക്ക് ക്യാപിറ്റൽ D എന്നും. ഗർഭാശയഗള അർബുദത്തിനുള്ള പ്രതിരോധ വാക്സിനാണ് HPV വാക്സിന്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. 2026 ജനുവരിയിൽ അന്തരിച്ച ഹൈക്കോടതി ജഡ്ജിയും തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനുമാണ് ജസ്റ്റിസ് S. സിരിജഗൻ. 2026 ജനുവരിയിൽ അന്തരിച്ച ഹൈക്കോടതി ജഡ്ജിയും തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനായ വ്യക്തിയാണ് ജസ്റ്റിസ് S. സിരിജഗൻ. 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മാംസഭക്ഷണം വിൽപ്പന പാടില്ലെന്ന് പ്രഖ്യാപിച്ച ജില്ലാ കളക്ടറാണ് മനോജ് മഹാജൻ എന്ന ജില്ലാ കളക്ടറായിരുന്നു 77ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മാംസഭക്ഷണം വിൽപ്പന പാടില്ല എന്ന് പ്രഖ്യാപിച്ചത്. AI ഉപയോഗിച്ച് ശ്വാസകോശ രോഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന സ്റ്റാർട്ടപ്പാണ് kur.ai. അപ്പം AI ഉപയോഗിച്ച് ശ്വാസകോശ രോഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന സ്റ്റാർട്ടപ്പ് ഏതാണ്? kur.ai ആണ്. പ്രശാന്ത് വാര്യർ എന്ന് പറയുന്ന മലയാളിയുടെയാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് kur.ai. ജാനുവരി 25 ദേശീയ സമ്മതിദായക ദിനാഘോഷമാണ്. ജാനുവരി 25. 400 ഗ്രാൻഡ് സ്ലാം മത്സര വിജയങ്ങൾ നേടുന്ന ആദ്യ താരമാണ് നൊവാക് ജോക്കോവിച്ച്. 400 ഗ്രാൻഡ് സ്ലാം മത്സര വിജയങ്ങൾ നേടുന്ന ആദ്യത്തെ താരമാണ് നൊവാക് ജോക്കോവിച്ച്. ഈ വർഷത്തെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം KV രാമകൃഷ്ണന്. ഈ വർഷത്തെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് KV രാമകൃഷ്ണന്. അപ്പോൾ ഇത്രയാണ് ജനുവരിയിലെ കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസാണ്. അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും.
അപ്പം അതുവരെ വെയിറ്റ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് വീണ്ടും 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 ആവർത്തിച്ച് കേട്ട് പഠിക്കാൻ നോക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ മെമ്മറിയിൽ